വീൽസിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ പരിപാലനത്തെക്കുറിച്ചിട്ടാണ്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ഈ ചാനലിൽ നിന്നുമുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. വാഹന സർവീസ് സെൻ്ററുകളിലെ ഒരു മുഖ്യ തർക്കവിഷയമാണ് ക്ലച്ചിൻ്റെ തേയ്മാനം. താൻ ആകെ ഇത്ര കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിച്ചത്, പിന്നെ എങ്ങനെയാണ് ക്ലച്ച് തീരുന്നത് എന്ന് നമ്മളിൽ പലരുടെയും ഒരു ചോദ്യമാണ്. എന്നാൽ അറിഞ്ഞിരിക്കുക, ഓടിച്ച ദൂരമല്ല, ഓടിച്ച രീതിയാണ് പ്രധാനം. ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് ശീലം ക്ലച്ചിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. എപ്പോഴും ഗിയർ മാറ്റവും ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങും ഒക്കെ ആയാൽ ക്ലച്ച് തേയ്മാനം സ്വാഭാവികമായും കൂടും. പിന്നെ കുറേ പേർക്ക് ക്ലച്ച് ഗിയർ മാറ്റത്തിന് സഹായിക്കുന്ന ഉപകരണം മാത്രമല്ല, ഇടത്തെ കാലിന് വിശ്രമിക്കുവാനുള്ള ഇടം കൂടിയാണ്. എത്ര ഉപദേശം കിട്ടിയാലും മാറാത്ത ശീലമാണിത്. പിന്നെയും ചിലർക്ക് വണ്ടിയുടെ ഫുൾ കൺട്രോൾ വേണമെങ്കിൽ ക്ലച്ച് അല്പമെങ്കിലും അമർത്തിവെച്ചാലേ പറ്റൂ എന്നാണ് നിലപാട്. ഇതെല്ലാം ക്ലച്ച് വേഗം തേഞ്ഞു പോകുവാൻ കാരണമാകുന്ന ശീലങ്ങളാണ്. ആക്സലറേഷൻ നൽകിയാലും വാഹനം മുൻപോട്ട് കുതിക്കാതിരിക്കുക, നീങ്ങാതെ തന്നെ റേസ് ആകുക, മൈലേജ് കുറയുക, ഗിയർ മാറ്റം ബുദ്ധിമുട്ടാകുക എന്നിങ്ങനെ പല രോഗലക്ഷണങ്ങളുണ്ട് ക്ലച്ച് തേയ്മാനത്തിന്. വാഹനം എത്ര പുതിയതാണെങ്കിലും ക്ലച്ച് താങ്ങി ഓടിക്കുന്നതാണ് ശീലമെങ്കിൽ പണി കിട്ടുമെന്ന് ഓർത്തിരിക്കുക. വണ്ടി വഴിയിൽ നിന്ന് പോകാതിരിക്കുവാനും കൂടുതൽ പണച്ചിലവ് ഉണ്ടാകാതിരിക്കുവാനും മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ സർവീസ് സെൻ്ററിൽ എത്തിക്കുകയും ആവശ്യമായ ചെക്കപ്പുകൾ നടത്തുകയുമാണ് വേണ്ടത്. ക്ലച്ച് അമർത്തുക, ഗിയർ മാറുക, കാൽ ക്ലച്ചിൽ നിന്ന് മാറ്റുക, ഇതായിരിക്കണം നിങ്ങളുടെ ഡ്രൈവിംഗ് ശീലം. ക്ലച്ച് കട്ടിയാകുമ്പോൾ സ്മൂത്ത്നെസ് കുറയും. എപ്പോഴും ക്ലച്ച് താങ്ങി ഓടിക്കുമ്പോൾ ഫുൾ അസംബ്ലിയും മാറേണ്ടതായും വരും. അതുപോലെ ക്ലച്ച് മാറ്റം നല്ല ചെലവ് വരുന്ന പണിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവിംഗ് ശീലങ്ങളിലൂടെ വണ്ടിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും അനാവശ്യ പണച്ചിലവുകൾ ഒഴിവാക്കുവാനും സാധിക്കും. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.